ഗൈസ് നമ്മുടെ കിറ്റ് ദിവസമായിട്ടുണ്ട്. അപ്പൊ അച്ഛനാണ് തേങ്ങ അമ്മ വെച്ചൊക്കെ അപ്പൊ അച്ഛൻ ചിരണ്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ തേങ്ങ മാത്രമേ ഇവിടെ വെച്ച് ചിരണ്ടാൻ പറ്റുള്ളൂ. ഞാനപ്പോ കുളിച്ചെടുക്കും കേട്ടോ. ഇപ്പൊ ബാക്കിയെല്ലാം നമുക്ക് താഴത്ത് ഉള്ളോട്ടൊക്കെ കുഴക്കണം. അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോ നമുക്ക് താഴത്ത് വലിയ നമുക്ക് പൊങ്കാലയിടാനുള്ള സ്ഥലം നമുക്ക് പോകട്ടോ. നമ്മൾ ബുക്ക് ചെയ്തേക്കുവാണ്. അത് കാണിച്ചിരുന്നേ. ഇപ്പൊ നേരം ഒരു 6 ആയിട്ടുണ്ടാവും. വെളുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇത് പടിഞ്ഞാറ് വശം തോന്നുന്നു, എനിക്ക് അറിയത്തില്ല, അമ്മയോട് ചോദിക്കണം. അപ്പൊ ഇവിടെ ആട്ടോ നമുക്ക് ബുക്കിംഗ് ആയിരിക്കുന്ന റൂം നമ്പർ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ 109 ഞാനും അമ്മയുടെ ഒക്കെ റൂം. 108 109 ആണോ? അങ്ങനെ ഏതൊരു 109 110 അങ്ങനെ ഏതൊരു നമ്പറാണ്. 8 9 10 അങ്ങനത്തെ ഒരു നമ്പറാണോ. അപ്പൊ ഇവിടെ 2 108 1 109. അപ്പൊ ഞങ്ങള് 3 പേരുണ്ട്. ഞാനും അമ്മയും ശോമയാണ് പൊങ്കാല ഇടുന്നത്. അപ്പൊ 3 കാലം ഉണ്ട് കേട്ടോ. ഇത് ശോമയുടെ, ഇത് അമ്മയുടെ, ഇത് എന്റെ ഏറ്റവും ചെറുത്, അമ്മയുടെ മീഡിയം വലിപ്പം, ശോമയുടെ ഏറ്റവും വലിപ്പം. അങ്ങനെ പ്രായം അനുസരിച്ചൊക്കെ ഉള്ള കൂട്ടാണ്. ശോമക്ക് വെളുത്തിരി കൂടുതൽ വെക്കുന്നുണ്ടെന്ന് തോന്നിട്ടോ. അതുകൊണ്ടായിരിക്കും. ദേവിക്ക് വേണ്ടിയിട്ടുള്ള ഇതെന്താ, തെരളിയപ്പത്തിന് വേണ്ടിയിട്ട് ഇത് മാവ് കുഴച്ചേക്കോട്ടോ. കണ്ടോ, ഇത് കൈ ഇങ്ങനെ കുഴക്കണോ? ഇത് കുഴക്കണോ? കുഴക്കാൻ പോവാണ്. ഈ വർഷത്തെ കുഴയാണ്. ദേവിക്ക് വേണ്ടിട്ട് നമ്മള് ചെയ്യുന്നതാണ്. ഇത് മണ്ടപ്പുട്ടല്ലേ? ഇത് ഏലക്ക. അവരൊന്ന് കാണിച്ചില്ല. ഇത് നമ്മള് ഏലക്ക, പിന്നെ ഏലക്ക മാത്രമേ ഉള്ളൂ. ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചാണ്. അപ്പൊ നമുക്ക് ഇത് ഇതിലേക്ക് ഇടാൻ പറ്റില്ല. ഇത്തിരി എടുത്തു തരുമോ? ഫുൾ ഇടാലോ. പഴവും ശർക്കരയും തേങ്ങയും ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഒപ്പം എന്താ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് കേട്ടോ. അപ്പൊ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇതൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ ഇരുന്നാട്ടോ. ഇത് അച്ഛൻ ഇരുന്ന ശർക്കര ചേരണ്ടി എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യണം. അപ്പൊ ഞങ്ങള് ഇത് അതോടെ മിക്സ് ചെയ്യണം. അതൊക്കെ പെണ്ണുങ്ങളുടെ പരിപാടിയാണ്. അപ്പൊ നമ്മള് ഇവിടെ കുഞ്ഞു സ്ഥലത്തായിട്ട് ഇരിക്കുന്നത്. ഇവിടെ കുറെ പൂവും കാണിച്ചിട്ടുണ്ട്. ഇതിലാണോ? ഉണക്കനെല്ല് കുത്തി പൊടിച്ചെടുത്ത അരിയാണ് ഇളക്കോട്ടെ. അപ്പൊ നമുക്ക് നല്ലോണം ഇളക്കാം. ഇത് മാവ് കട്ടിക്ക് കിട്ടും. ചപ്പാത്തി മാവ് കൂട്ടും. അങ്ങനെ കട്ടിക്ക് കിട്ടണല്ലേ? കട്ടിക്ക് കിട്ടണം. കുഴക്കലെത്തിട്ട് റിസ്ക്കാണ്. അമ്മയോട് കൈ കിട്ടും. നിങ്ങൾ ആരൊക്കെ ഇങ്ങനെ പൊങ്കാല ഇതിലും വിട്ടിട്ടുണ്ടോന്നൊന്ന് കമന്റ് ചെയ്യണേ. പണി കിട്ടിയെന്നാ തോന്നുന്നു. പഴവും ശർക്കരയും കൂടിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ ഇളക്കിയതിന്റെ കുഴപ്പമായിരിക്കും. ഇളക്കി ഇപ്പൊ ഞാൻ ഇനി ഇതൊന്ന് സെറ്റ് ആക്കിട്ട് വരാം. ഇത് ഇളക്കാൻ നേരത്ത് കാണിക്കാം കേട്ടോ. ചെറുപയർ പൊടിയാണ് ഇത്. പൊടിച്ചല്ലേ? പൊടിച്ചാണ്. അപ്പൊ എത്ര ഇടണം? ഞാൻ ഇട്ട് തരാം. അമ്മ ഇട്ട് തരും. ഇത് മണ്ടപ്പറ്റിനുള്ള കേട്ടോ. അതെ, ഞാൻ കാണിച്ചത് കുഴച്ചായിരുന്നു കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മള് ചെറുപയർ പൊടിയാണ്. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് കൂടി പോയി ഇല്ലായിരിക്കും. നമ്മളിത് ഇളക്കുമ്പോ സർവമംഗള മംഗല്യൊക്കെ ചൊല്ലിക്കൊണ്ടാട്ടോ കൂടിയിട്ടില്ല. ഇത് പറഞ്ഞ മണ്ടപ്പുറ്റാണ്. അപ്പൊ ഇനി നമ്മള് നമ്മുടെ തലയാണ് ഇന്ന് സങ്കല്പിക്കുന്നത്. എന്തുകൊണ്ട് 2 മുന്തിരി കണ്ണാണ്. ഈ കശുവണ്ടിയാണ് നമ്മുടെ വാ. അപ്പൊ നമുക്കാണ് മൂക്ക് ലാസ്റ്റ് കുത്തി കൊടുക്കാം. മൂക്ക് നമുക്കാണ് ഈ എപ്പിലേക്ക് വരും. 1 2 ചെറിയ മൂക്കും ഉണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ ഞങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കട്ടെ. അപ്പൊ ഉണ്ടാക്കിയിട്ട് കാണാം. അരിതരി എടുത്തായിരുന്നു. ബ്രെഡ് എടുത്തപ്പോൾ ബ്രെഡും ബട്ടറും കഴിച്ചാണ്. വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡും ബട്ടറും കഴിച്ചിട്ട്
ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഇനി ഞാൻ നമ്മുടെ ഈ വേഷം മാറി നാടൻ വീട്ടിലേക്ക് വരാൻ പോവാണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറി കറക്കം കൂടി ഡ്രസ്സൊക്കെ മാറി ഞാൻ താഴത്ത് പോവാ. അപ്പൊ അവിടെ ഗണപതി പ്രസാദമൊക്കെ വെച്ചു. ഇപ്പൊ ഞാൻ തോർത്തെടുക്കാൻ വേണ്ടി പൊക്കത്ത് വന്നതാണ്. ലിഫ്റ്റിൽ കയറിയപ്പോൾ ഞാൻ പെട്ടുപോയിരുന്നു കേട്ടോ. ഞാൻ ഒറ്റക്ക ലിഫ്റ്റിൽ കയറുന്നു. അപ്പോൾ ഇനി നമുക്ക് താഴത്ത് പോയപ്പോൾ അച്ഛൻ ഇവിടെ മുടി ജീവിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഹായ് പോയി അച്ഛൻ മീശയൊക്കെ ചീക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി താഴ്ത്ത് അയ്യോ എനിക്ക് അടിയിട്ടിട്ട്. അപ്പൊ നമുക്കിനി താഴത്തേക്ക് പൊങ്കാല ആവാൻ എത്ര സമയം കൂടി ഉണ്ട്? 10 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പൊ എൻ്റെ കയ്യിൽ മുഴുവൻ ചന്ദനം കേട്ടോ. കലത്തിലൊക്കെ ചന്ദനം തേച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിനി പൊങ്കാല ഇടാൻ വേണ്ടിട്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കാം. ഗൈസ്, നമ്മുടെ പൊങ്കാല തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി. ഇങ്ങനെ ക്രിക്കറ്റിലൊക്കെ പറയത്തില്ല, ഏതാനും നിമിഷങ്ങൾ മാത്രം അങ്ങനെയൊക്കെ പറയുന്ന കേട്ട്. അപ്പൊ ഇത് എന്തോരം ആൾക്കാരെ പൊങ്കാലയ്ക്ക് വെച്ചേക്കുന്നതെന്ന് നോക്കിയേ, കാണിച്ചു കൊടുക്കും. ഞങ്ങള് 3 പേര്. ഇത് അമ്മയുടെ, ഇതെന്റെ, ഇത് ശോമയുടെ. നമ്മൾ വൈക്കംകാരായതുകൊണ്ട് വൈക്കം വിജയലക്ഷ്മിയുടെ സഹസ്രനാമ സ്തോത്രമൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല, കോപ്പിറൈറ്റ് കിട്ടോ കാരണം കേട്ടോ. കൊച്ച കേട്ടാൽ കോപ്പിറൈറ്റ് കിട്ടണ്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. അപ്പോ നമ്മളിത് വിളക്കൊക്കെ ഇപ്പോഴേ തെളിച്ച് വെച്ചോട്ടെ. ചിരാതിലാണ് തെളിച്ചേക്കുന്നത്. ശോമയുടെ വേഗം പൊട്ടി. പൊങ്കാല ഇടുന്നതിന് മുന്നേ ഗണപതി ഭഗവാൻ പ്രസാദിച്ചു കിട്ടോ ശോഭാമ്മക്ക്. ഇപ്പൊ എന്റെ അമ്മയുടെ പൊട്ടിയിട്ടില്ല. അത് എപ്പോഴും പൊട്ടാറുണ്ട്. ഇനി പൊട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വെള്ളം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പൂവൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതെ അമ്മ അവിടുന്ന് തീ മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ അതേ വരും തീ. എൻ്റെ ഇടയ്ക്ക് KSRTC ഒക്കെ വരുന്നുണ്ട്. അഗ്നി എന്നും പറയും, എന്തെങ്കിലും ഒക്കെ പറയാം. അഗ്നി ജ്വലിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്, എന്ന് വെച്ചാൽ കത്തിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതേ കിട്ടിയോ? അതെ അമ്മ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം എനിക്കും തീ കത്തിക്കാൻ ഇവിടെ. ഇപ്പൊ നമ്മളെ ലളിതാ സഹസ്രനാമം ഓണായി തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ശോമയുടെ ആദ്യമേ പൊട്ടി. ഇനി പൊട്ടണം. പൊട്ടിയാല് ഗണപതി ഇത് വെള്ളം തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടെ വന്നു കത്തിയിട്ടെടുക്കാം. തീ വന്ന് നമ്മുടെ അഗ്നി കത്തി ജ്വലിക്കുന്നു. വെച്ചോട്ടെ എൻ്റെ ചെറുത്. മൂന്ന് കൂടണോ? ഞാൻ 2 വെച്ചാൽ ഇടുക കേട്ടോ. എവിടെ ഉണ്ട്? ഞാൻ ചൂട്ടുള്ള വെച്ചു. കത്ത് നല്ലോണം ഒന്ന് പിടിക്കട്ടെ. പതിയെ പിടിക്കത്തുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പൊ എൻ്റെ കത്തിച്ചു കഴിഞ്ഞപ്പോ കൊറേ പേര് ഇത് അവിടെയൊക്കെ കത്തിക്കൊണ്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ എല്ലാത്തിൻ്റെയും തെളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പുക ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ നല്ല വേർക്കൂട്ടോ ഇത് കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ മുണ്ടൊക്കെ മുണ്ടൊക്കെ ഇങ്ങനെ കച്ചമുണ്ട് കെട്ടിയിട്ടുണ്ട്. തോർത്തണപ്പത്തിന് മുഖമൊക്കെ തുടക്കാനെടുക്കാം. കുറച്ച് വിറക് വെക്കട്ടെ കേട്ടോ. ഇത് വെച്ചാപ്പുറ വിറക് വെക്കാൻ കഴിച്ചു. ഇനി ഇവിടെ വെച്ചോട്ടെ വിറക്. മുമ്പിൽ വെക്കാൻ പറ്റുന്നത് ചെറുത് വെച്ച് കനലൊക്കെ ആയിട്ട് ഏതാ നമ്മളെ ജാരി നല്ലോണം ഒന്ന് കഴുകുവാണ്. നല്ലോണം കേട്ടെ. ഇത് നമ്മുടെ മൺകലത്തില് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ അരി. കേൾക്കാൻ സൗണ്ട് ക്ലിയർ ആണോന്ന് അറിയില്ല. ഇവിടെ കുറെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ലോണം കഴുകാം പോരെ.
നമുക്ക് ഈ വെള്ളം ചെടിക്ക് കൊടുക്കാം guys. ഇവിടെ നല്ല പുകയാണ്. ഇതിലേക്ക് ഒഴിച്ചു. കഴുകാം. നമുക്ക് അരി ഇടാം. ഇത് ഫുള്ള് ഇതിലാണോ മേ? 2 കൈ വെച്ചെടുത്തോട്ടെ. 2 കൈ വെച്ചെടുത്തോട്ടെ. ഇത് 2 കൈ എടുത്ത് നീ ചുട്ടണം. പ്രാർത്ഥിക്കുവാണ്. ഇതിങ്ങനെ ഒന്നിച്ചിട്ടുണ്ടോ? അത് പുറത്തോട്ട് കളയരുതും. ഇങ്ങനെ വെച്ച് ഒറ്റ കഴിച്ചു അങ്ങ് അടുപ്പിച്ചു കൊണ്ടേത്. അരി നമുക്ക് മുഴുവനും ഇടാം കേട്ടോ. ഇത് വലിച്ചിടണോ? നമുക്ക് ഇതൊന്ന് കയറ്റി കൊടുക്കാം കേട്ടോ. കേൾക്കാണല്ലോ അല്ലേ? കറങ്ങി ഇവിടെ നല്ല സൗണ്ട്. അമ്മ അരി ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. 3 വട്ടം ചുറ്റിച്ച് പ്രാർത്ഥിച്ച് ഇടുന്നു. ഇനി ബാക്കിയെല്ലാം അങ്ങ് വാരി ഇടുക കേട്ടോ. വേഗം ആദ്യത്തെ 3 വട്ടം ചുറ്റിക്കണം. അപ്പം എൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഷോമ ഇടണം. ഞാൻ വിറകിടക്ക് കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് മതി. ഇതുകൂടി ഒന്നിരിക്കട്ടെ. ഇപ്പോൾ ഷോമ ഇടുവാണ് കേട്ടോ. ഒന്നിട്ട് 2ാമത്തെ ഇടുവാണ്. അപ്പോൾ ഇനി അങ്ങ് ഇടുക കേട്ടോ. മൊത്തം ഇനി ഇടണം. ഫുൾ ഇടാൻ പോവാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ എൻ്റെ പൊങ്കാല തിളച്ചിരിക്കുന്നു. പരുന്തൊക്കെ വന്നിട്ട് ഉണ്ടോ? അത് എൻ്റെ തിളച്ച് പൊങ്ങി ഇപ്പം പൊങ്ങും. അത് മനസ്സിൽ ചൊല്ലിക്കോളാം. ഇളക്കാൻ പോകുന്നു. എൻ്റെ തിളച്ച് പൊങ്ങി അങ്ങനെ തിളച്ച് പൊങ്ങി. നല്ല ചൂട് കാറ്റിരിക്കുന്നുണ്ട്. പുള്ളിപ്പോണ കാറ്റ് കേട്ടോ. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. അമ്മ സഹായിക്കുന്നുണ്ട്. കണ്ണൊക്കെ പോകും. അപ്പോൾ അമ്മയുടെ തിള വരാൻ വേണ്ടി പോവുക കേട്ടോ. ഇങ്ങനെ തിളച്ച് പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ട്. ഇപ്പോൾ തിളക്കുമായിരിക്കും. ഇപ്പോൾ പ്രാർത്ഥിക്കാം കേട്ടോ. ഈ സമയം എല്ലാവരും പ്രാർത്ഥിക്കും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സ്വാമിക്ക് ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും പ്രാർത്ഥിക്കാം ദേവിനെ കുറിച്ച്. അപ്പം ഞങ്ങൾ ഇതാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത്. ആ ഷോമയുടെയും തിള വരുന്നുണ്ട് കേട്ടോ. കേട്ടു. അമ്മയുടെ ഇപ്പൊ പൊങ്ങും. ഗൈസ് ഇത് അമ്മയുടെ പൊങ്ങിയിരിക്കുന്നു.
ഇത് ഗൈസ് അമ്മയുടെ തിളച്ചു കിട്ടോ. ഇനി ഒന്ന് പുറത്തേക്ക് ചാടണം. ഇത് ശോമയുടെ തിളച്ചു കിട്ടോ. രണ്ടുപേരുടെ എരികൂട്ടൊക്കെ തിളക്കുന്നുണ്ട്. അപ്പൊ അമ്മയുടെ ഇപ്പൊ പുറത്തേക്ക് ചാടും. അങ്ങനെ 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 ചാടി കഴിച്ചു. അമ്മയുടെ ചാടി അത് കയറ്റി വെക്ക. ഇളക്കിളക്കിളക്കിളക്കിളക്കിള. ഇത് ശോമയുടെ ഇപ്പൊ പോകുന്നു. അപ്പൊ ചാടും കേട്ടോ പുറത്തേക്ക്. അമ്മയുടെ അമ്മ ഇളക്കുന്നത്. അമ്മയുടെ ഇത് ശോമയുടെ അങ്ങനെ കണ്ടോ ഗൈസ്. ഇത് അങ്ങോട്ട് വീഴുന്നുണ്ട് ശോമ. ഇത്തിരി അങ്ങ് പോങ്ങോട്ടെ. ആ തൂക്കുപാത്രത്തില് വെള്ളം ഉണ്ടായിരുന്നല്ലോ, അത് അതിവിടെ ഇല്ലല്ലോ. അതല്ല, എന്റെ ഇത്തിരി വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പൊ എന്റെ ഇതേ വെള്ളം ഒഴിക്കും. ഞാൻ ഒഴിക്കട്ടെ. എന്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതേ ശോമയുടെ ഫുള്ളങ്ങ് പൊങ്ങട്ടെ ശോമ. അന്നേരം നമുക്ക് നന്നായിട്ട് ഇളക്കാം. അപ്പൊ നമ്മള് തേങ്ങ ഇടാൻ പോവാണ്. 3 കൈ കുറച്ചിട്ടാ പോരെ. ഇങ്ങനെ 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 കറക്കാം. കുറെ താഴെ പോയി. 3 കടി ഇടണം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പാടാ. അരി കൂട്ടി ഇളക്കണേ. ശർക്കര ഇപ്പോൾ ഞാൻ വെള്ളപ്പായസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം വെള്ളപ്പായസമാണ്. അപ്പോൾ വെള്ളപ്പായസമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കൽക്കണ്ട ഇടാം. എല്ലാ വർഷവും ഞാൻ വെള്ളപ്പായസം ഉണ്ടാക്കുന്നത്. ഈ വർഷം അതിനൊരു മുടക്ക് വരുത്തിയിട്ടുണ്ട്. എന്തായാലും തുടരട്ടെ കേട്ടെ. മുഴുവൻ ഇടണോ? 2 ഘട്ടം. എന്റെ നിറച്ചുണ്ടെന്നേ ഫുള്ളായിട്ട്. എന്റെ പുറത്ത് കുറെ പോയി. പിടിച്ച ഞാൻ ഒഴിക്കാം. നെയ്യ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തോരം ഒഴിക്കണം പറയണേ. ഉദ്ദേശിച്ച് ഞാൻ നെയ്യ് ഒഴിക്കാൻ പോവുകയാണ്. ഈ പുകയുന്നുണ്ട് കേട്ടോ കണ്ണൊക്കെ. എന്റെ മറഞ്ഞ് അമ്മേന്റെ കുറെ നേരം നെയ്യ് പോയെന്ന്. ഞാൻ ആളാക്കിയാൽ ശരിയാവൂല. ഞാൻ ഇടാം. അരി ഇട്ടാ മതി. ഞാൻ ഇത്ര പോയില്ലേ ഗൈസ്. അപ്പൊ നമുക്ക് ഏലക്ക ഇടാം. ഇച്ചിരി ഇട്ടാ മതി. ഏലക്ക അമ്മ ഇട്ടു കേട്ടോ. അത് ഞാൻ ഇച്ചിടുന്നത്. എന്നാ ശോമ അമ്മ ശർക്കര ഇടുക കേട്ടോ. അമ്മയുടെ ശോമയുടെ ശർക്കര പായസം അല്ലേ. എന്റെ മാത്രാണ് വെള്ളപ്പായസം, കൽക്കട്ട പായസം. എന്റെ കുറെ നിറയുക കേട്ടോ. ഇതിന്റെ ഞാൻ ഇളക്കും തോറും ഇങ്ങനെ പൊങ്ങി വന്നോണ്ടിരിക്കുകയാണ്. എന്റെ ഒരു കൽക്കണ്ട കാരണം നിലത്ത് പോയി. ഇതുകൊണ്ടോ അപ്പോട്ടെ. അപ്പൊ അമ്മയുടെ ശോമയുടെ ശർക്കര പായസമാണ്. ശോമയുടെ ഇവിടെ ശർക്കരയുടെ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്റെ വെള്ള കളറാണ്. എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല. കുറെ ആയിട്ട് എന്റെ പഴ ഇത്ര എടുത്തിട്ടുള്ളൂ. കാരണം എന്റെ അങ്ങ് പൊങ്ങി വന്ന കാര്യം. ഞാൻ ഇവിടെ എണ്ണ ഇടാനാണ്. അപ്പൊ നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. ഇത് കൂടി ഐസ്ക്രീമിന്റെ ചെണ്ടകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇട്ടിട്ട് കാണിക്കാൻ കഴിയും. ഇളക്കാം.
അയ്യോ അമ്മ, അത് ഇളക്കാൻ നല്ല പാടാ. അയ്യോ. കണ്ടോ? എല്ലാവർക്കും എൻ്റെ പൊങ്കാല കണ്ടല്ലോ. ഇപ്പൊ ഗൈസ് ദേ ഇത് മണ്ടപ്പുറ്റല്ലേ, മണ്ടപ്പുറ്റ് വെക്കുവാണ്. അപ്പൊ ഈ മണ്ടപ്പുറ്റിന് പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. ആ മണ്ടപ്പുറ്റിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഇത് നമ്മള് കഴിയുമ്പോ കാണിക്കട്ടെ. ഇതിന് വെറൈറ്റി പ്രത്യേകതയാണ്. അപ്പൊ ദേ ഇതെന്താ ഇതെന്താ തെരളിയപ്പാണ്. തെരളിയപ്പം അല്ലേ? ആ തെരളിയപ്പാണിത്. അപ്പൊ ഇത് പുഴുങ്ങി ഫുൾ ഒരൊറ്റടിക്ക് പുഴുങ്ങി. അപ്പൊ മണ്ടപ്പുറ്റ് ഇനി പുഴുങ്ങാനും ഉണ്ട്. വാ വാ വാ. പിന്നെ ഗൈസ് ഞാനൊന്ന് ഇത് ഉടുത്തോട്ടെ. അതെ, എന്റെ ഈ മണ്ടപ്പുറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ആശ്ചര്യപ്പെട്ടു പോകും. ചേർക്കാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഗൈസ് ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണ്. അത് ഞാനാണ്. ഗൈസ് ഞാൻ എന്നെ തന്നെ ശില്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ബട്ടൺസ് ആട്ടോ ഉടുപ്പിന്റെ. അപ്പൊ മുഖമൊക്കെയുള്ള ഒരു മണ്ടപ്പുറ്റാണ്. മണ്ടപ്പുറ്റ് തലവേദനയൊക്കെ ഇങ്ങനെ ഓരോ അസുഖങ്ങൾക്കൊക്കെ ഉള്ള അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തല പണിത് വെച്ചിരിക്കുന്നത്. അപ്പൊ അസുഖം, തലവേദന, ജലദോഷം, തുമ്മല്, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ദേവി മാറ്റി തരും. പിന്നെ ഇത് നമ്മൾ അതിനു വേണ്ടി ചെയ്തല്ല, ദേവിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എന്റെ ശരീരം ഞാൻ പണിത് വെച്ചിരിക്കുന്നു. എനിക്ക് നൃത്തം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പണിതൊരു ശരീരമാണ്. അപ്പൊ ഇനി ഇത് ഈ സെറ്റിനകത്ത് അത് തന്നെയാട്ടോ. ഇതും വേവിച്ച് നല്ല വെന്ത് കഴിഞ്ഞിട്ട് നിവേദ്യ ആവുമ്പോഴത്തേക്ക് ഞങ്ങൾ കാണിക്കും. ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ തെളിച്ച് ഇങ്ങനെ ചന്ദ്രത്തില് കത്തിച്ച് മൊത്തം പുകയായിരിക്കും. അവിടെയൊക്കെ കത്തിയ കൂട്ടാ പോക. ഇപ്പോ ഞങ്ങളപ്പോ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വരാം. നമ്മളെ നേദിക്കാൻ പോവാണ്. ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ, ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ ഇനി നേദിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ കാണാം. അപ്പൊ നേദിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. സൗണ്ട് ക്ലിയർ ആണോന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. കാരണം ഇവിടെ നല്ല സൗണ്ടായി പായത്തിനെ കാട്ടി. അയ്യോ കുഴപ്പമില്ല, പോട്ടെ. ഇപ്പൊ ഗൈസ് വരുന്നുണ്ട്. എല്ലാവരും കെട്ടുപോയി ഗൈസ്. കുഴപ്പമില്ല. എടുത്തോ നമുക്ക് ഓടാം. നമുക്ക് നമ്മൾ വീട്ടിൽ പോണത് എല്ലാം വേഗം ഒന്ന് എടുത്തോട്ടെ. അപ്പൊ ഞങ്ങൾ വരാം കേട്ടോ. നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് ഇടക്കുള്ളത് എന്തൊക്കെയാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം ഞാൻ കുറെ നേരം കിടന്നുറങ്ങി, കുറെ നേരം എണീറ്റിരുന്നു, കുറെ നേരം കിടന്നുറങ്ങി, പിന്നെ എണീറ്റിരുന്നു, അങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പൊ അമ്മയൊക്കെ അവിടെ ഇരുന്ന് അവശതയോടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അച്ഛയൊക്കെ മുറിയിൽ പോയി കടന്നു, ഉറങ്ങിയിട്ടില്ല. അപ്പത്തേക്ക് നമ്മൾ വന്ന വഴിക്ക് സമയം നോക്കൂ, ഇപ്പൊ ഇത്രയും സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് കൊച്ചുചേട്ടനെ കണ്ടു ഗൈസ്. കൊച്ചുചേട്ടനെ, പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആ ചേട്ടനെ കണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ഇത് തന്നെ ഒന്നുകൂടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാ വർഷവും നടക്കുന്ന ആ ഇതിൽ പോണതാണ്. അപ്പോൾ അടുത്ത വർഷം നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിടാം. അപ്പോൾ അടുത്ത വർഷമേ ഇനി നിങ്ങൾക്ക് പൊങ്കാല കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഇനി ഇടാനുള്ള ഷോട്ടൊക്കെ ഞാൻ ഇടയ്ക്കിടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തലയ്ക്ക് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്ക് ഫുഡൊക്കെ കയറി കഴിച്ചായിരുന്നു കേട്ടോ. പൊറോട്ടയും കറിയൊക്കെ മേടിച്ച് കഴിച്ചു, പിന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ചു. മൊത്തം ഒരു ഉറക്കക്ഷീണത്തിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി കേട്ടോ ഇങ്ങനെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോയും കാണുക. അപ്പോൾ മറക്കല്ലേ.